നമ്മളങ്ങനെ വീണ്ടും വാർത്തകളിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തൃപ്തിയില്ല എന്ന് ട്രെയിനിൽ ആക്രമണത്തിനിരയായ ശ്രീകുട്ടിയുടെ കുടുംബം. ചികിത്സയിൽ തൃപ്തിയില്ല എന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. ശരീരത്തിന്റെ 20-ലധികം മുറിവുണ്ട്. കുട്ടിയുടെ ചികിത്സയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കുട്ടിക്ക് നീതി ലഭിക്കണമെന്നും കുട്ടിയുടെ ബന്ധു ശൈലജ പറഞ്ഞു. അവസ്ഥ എന്ന് പറഞ്ഞത് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കാലൊക്കെ പിടിച്ചപ്പോൾ ഫുൾ ഐസ് പോലെ കിടക്കുക, ഒരു അനക്കമില്ല, ഒന്നുമില്ല. അവര് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാല് 1 മണിക്ക് അവര് ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാ ഡോക്ടർമാരും കൂടി വന്നിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷമേ മുൻപോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും സമയമായില്ലേ, ഒന്നുമില്ലാതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പറ്റുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോഴേ സത്യം പറഞ്ഞ കൊച്ചവിടെ കിടക്കണത്, അതെനിക്കറിയാം. അങ്ങനെയാണ് കിടക്കണത്. പാതി കണ്ണടച്ച് ഒരു തൊടുമ്പോൾ ഫുൾ ഐസാണ്, മൊത്തം ഐസാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതാണ് സത്യം. എനിക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാല് എന്റെ കൊച്ചിന് നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം. അതിപ്പോ ഇവിടെ ആയാലും എവിടെ ആയാലും എങ്ങോട്ടായാലും എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടണം. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. 20 മുറിവുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത ഡോക്ടർ പറഞ്ഞത് 20 മുറിവ് കൊച്ചിന്റെ ദേഹത്തുണ്ടെന്ന്. എന്നോട് പറഞ്ഞത് 20 മുറിവ് കൊച്ചിന്റെ ദേഹത്തുണ്ട്. മെയിനായിട്ട് നെറ്റിയുടെ അവിടെയും ബാക്കിലും ഉള്ളതാണ് മെയിനായിട്ട് അവൾക്കുള്ളതെന്ന് പറഞ്ഞത്. ആ മൊത്തത്തിൽ മുറിവാണ്. തല ഉൾപ്പെടെ തലയിൽ 2 മുറിവാണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബാക്കിലും നെറ്റി സൈഡിലും. ബാക്കി മൊത്തം മുറിവുണ്ട്. അത് 20 മുറിവുണ്ടെന്ന് ഡോക്ടർ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ പൊസിഷൻ എന്താന്ന് വെച്ചാൽ കുട്ടി ഒരു ഡെഡ് ബോഡി കിടക്കും പോലെ കിടക്കുന്നു. മൂക്കിൽ കൂടി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസം എടുക്കുന്നുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അവർ ശ്വാസം എടുക്കുന്നുണ്ട്. മൊത്തം ബോഡി തണുത്തിട്ടുണ്ട്. അവർ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ചെയ്യാന്ന് പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ പറയുകയാണ് ഇല്ലാന്ന് പറയൂ എന്നുള്ളൊരു പേടിയാണ്. എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. അതിന് എന്ത് അവർ ചെയ്തിട്ടാണ് എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. എനിക്ക് ആകെ ഒന്നേ ഉള്ളൂ. എനിക്കൊരു വളർന്നുമില്ല. ഒരു മോളും മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ ഇവിടെ ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ടേ എന്റെ നെഞ്ചിക്കൂടെ തീ തന്നെയാണ്. എനിക്കത് ടെൻഷൻ തന്നെയാണ്. ഇസത്തുണ്ട് വിവരങ്ങൾ നൽകാനായി. ഇസത്ത്, നോക്കൂ, ഗുരുതരമായ ഒരു ആരോപണമാണ് ശ്രീകുട്ടിയുടെ കുടുംബം പറയുന്നത്. ആ കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. അപ്പോഴും ആരോഗ്യവകുപ്പ് അവിടെ പറയുന്നു കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, കുട്ടിക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നു. പക്ഷേ ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായും തള്ളുകയാണ് കുട്ടിയുടെ കുടുംബം. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടി ഇപ്പോഴും കഴിയുന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇസത്ത് ഏറ്റവും പുതിയ വിവരം അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? ഈ കുഞ്ഞുമോൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഒരു 6 മണി 5 മണി ഈ ഒരു സമയത്തിന്റെ ഇടയിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുമെന്നും അതിൽ കൂടുതൽ വിവരങ്ങൾ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മാത്രമല്ല ആശുപത്രിക്കെതിരെയും അതുപോലെ തന്നെ ആശുപത്രി അധികൃതർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പൊ ഈ കുട്ടിയുടെ മാതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. തന്റെ കുട്ടിക്ക് ലഭിക്കേണ്ട ചികിത്സ കൃത്യമായി തന്നെ ലഭിക്കണമെന്നും അതുപോലെ തന്നെ അത്യാവശ്യമായ കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർക്കെതിരെ ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ആശുപത്രി അധികൃതർ ഒരു 50-50 എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നില വളരെ ഗുരുതരമാണെന്നാണ് ഈ ബന്ധുവും മറ്റു ആളുകളും നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്റെ പിൻഭാഗത്തും അതുപോലെ തന്നെ 20 മുറിവുകൾ മൊത്തത്തിൽ ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. തലയുടെ പിൻഭാഗത്ത് ഒരു വലിയ മുറിവുമുണ്ട് എന്ന് കുട്ടിയുടെ ബന്ധു അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അജിക്കുനിമോൻ. ഒപ്പം തന്നെ ഇസത്ത്, ഈ കുട്ടിയുടെ ചികിത്സയിൽ, മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ ഈ കുടുംബം തൃപ്തരല്ല. ആ കുട്ടിയെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണം, അല്ലെങ്കിൽ മികച്ച ചികിത്സ വേണമെന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് ഈ ആരോഗ്യവകുപ്പിന്റെ ഒരു വിശദീകരണം എന്താണ്? ഈ ഇസത്തിന് ആശുപത്രി സൂപ്രണ്ടുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? അജിക്കുനിമോൻ ആശുപത്രി സൂപ്രണ്ടുമായും ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ലഭിച്ചിരുന്നില്ല. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കൃത്യമായ ചികിത്സ നൽകുന്നുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്.